സ്കൂളിന് സമീപത്തുള്ള വൈദ്യുതി ലൈൻ മാറ്റാൻ ആവശ്യപ്പെട്ടോ എന്ന് തനിക്കറിയില്ല എന്ന് കൊല്ലം തേവരക്കര ബോയ്സ് ഹൈസ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് ഗോവിന്ദപിള്ള 24നോട് പറഞ്ഞു. മാനേജർക്കാണ് പരിപൂർണ നിയന്ത്രണം. വർഷങ്ങളായി വൈദ്യുതി ലൈൻ താഴ്ന്നാണ് കിടക്കുന്നത്. സൈക്കിൾ ഷെഡിന് ഫിറ്റ്നസ് ഉണ്ടോ എന്ന് തനിക്കറിയില്ലെന്നും സ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് പറഞ്ഞു. നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇത് വൈദ്യുതി ലൈൻ മാറ്റാൻ മിനിറ്റ്സിലടക്കം. എനിക്കറിയത്തില്ല, ഞാൻ പ്രസിഡന്റാണ്. മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയുന്നത് അവിടെ എന്തൊരു ആവശ്യം വന്നാൽ അവിടെ ചർച്ച ചെയ്യും, അതിന് അനുമതി കൊടുക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ സാധിക്കാതെ ഇത് 10-35 വർഷമായിട്ട് നിൽക്കുകയല്ലേ, അപ്പോൾ പിന്നെ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ചർച്ചകളൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ സ്കൂൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ താഴ്ന്നു കിടക്കുന്നതായി വൈദ്യുതി ലൈൻ കിടക്കുന്നതായി കണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത് പണ്ട് പോലെ കാണുന്നത്. ഞാൻ ഇവിടെ പഠിച്ച സ്കൂളിൽ. എന്നാണ് ഈ സൈക്കിൾ ഷെഡ് അവിടെ? അത് 12 വർഷത്തോളമായിരുന്നു. എത്ര നാളായി സ്കൂളിലെ പ്രസിഡന്റായിട്ട്? 5 വർഷമായുള്ളൂ. 5 ആയില്ല, 4. ഇതിന് അനുമതിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പഞ്ചായത്ത് പറയുന്നത്. ഈ ഫിറ്റ്നസ് അറിയത്തില്ല, അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. ആ കാര്യത്തിൽ നമുക്ക് പണ്ട് കാണുന്ന സംഭവം, പിന്നെ അതിനെപ്പറ്റി റിവൈസ് ചെയ്ത് അന്വേഷിക്കേണ്ട കാര്യവും നമുക്കുള്ളതല്ല.